നമസ്കാരം. അങ്ങനെ സ്നേഹത്തിന്റെ കടയിൽ നിന്ന് ഒരാളും കൂടി ഇറങ്ങുകയാണ്. നിലപാട് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോഴും ഒരു കോൺഗ്രസുകാരനായി തന്നെ തുടരുക എന്ന എന്റെ ആഗ്രഹം ഞാൻ ഇവിടെ ഉപേക്ഷിക്കുകയാണെന്ന് AK ഷാനിബ് വെളിപ്പെടുത്തുന്നു. ഒരേ സമയം RSSുമായും SDPIയുമായും തെരഞ്ഞെടുപ്പ് ബന്ധത്തിന് ശ്രമിക്കുന്ന കോൺഗ്രസും മുസ്ലിം ലീഗും കേവലം അധികാര രാഷ്ട്രീയം മാത്രമാണ് ലക്ഷ്യമാക്കുന്നതെന്നും ഷാനിബ് ഫേസ്ബുക്കിൽ കുറിച്ചു. അധികാരത്തിലെത്താൻ ഏത് വർഗീയതയുമായും ചേരാൻ മടിയില്ലാത്ത, അതിനെ ചോദ്യം ചെയ്യാൻ ഒരാൾ പോലും ബാക്കിയില്ലാത്ത പാർട്ടിയാണ് ഇന്നത്തെ കോൺഗ്രസ് എന്നും ഷാനിബ് തുറന്നടിക്കുന്നു. DYFIയിൽ പ്രവർത്തിക്കാനാണ് ഷാനിബ് എത്തുമെന്നാണ് സൂചന. പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും കോൺഗ്രസുമായി യോജിച്ച് പ്രവർത്തിക്കാൻ സാധിക്കില്ലെന്നും ഷാനിബ് ആവർത്തിച്ചു പറയുന്നുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനിടെ ഇടത് സ്ഥാനാർത്ഥി P സരിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഷാനിബ് വ്യക്തമാക്കിയിരുന്നു. പിന്നീട് കോൺഗ്രസ് നേതൃത്വം തന്നെ ചർച്ചയ്ക്ക് വിളിച്ചില്ലെന്നും ആരോപിച്ചു. പാർട്ടി തിരുത്തലിന് തയ്യാറായില്ല. തെരഞ്ഞെടുപ്പ് വിജയം കൂടി ആയതോടെ ഷാനിബ് ഉന്നയിച്ച പരാതികൾ കണക്കിലെടുക്കേണ്ട എന്നായി കോൺഗ്രസിന്റെ നിലപാട്. ഇതോടെ പാർട്ടിയുമായി യോജിച്ചു പോകാൻ പറ്റില്ലെന്ന് ഷാനിബ് തുറന്നടിക്കുന്നു. RSSന്റെ ആലയിൽ കൊണ്ടുപോയി കോൺഗ്രസ് പാർട്ടിയെ കെട്ടിവെക്കാനാണ് VD സതീശന്റെ നീക്കമെന്നും ഷാനിബ് കുറ്റപ്പെടുത്തി. സതീശനെതിരായ ആരോപണം പിൻവലിച്ചാൽ ചർച്ചയാകാമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ RSSന് വേണ്ടി പ്രവർത്തിച്ച സന്ദീപ് വാര്യർക്ക് കോൺഗ്രസ് ഓഫീസിലേക്ക് നേരിട്ട് പ്രവേശനം നൽകി. ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സന്ദീപ് കൃഷ്ണകുമാറിന് വേണ്ടി വോട്ട് ചോദിച്ചിരുന്നു. ഒരു തിരുത്തലിനും തയ്യാറാകാതെ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് തുടരെ സഞ്ചരിക്കുകയാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം പറയുന്നു. ഒരു സാധാരണ കോൺഗ്രസുകാരനാണ് എന്ന് പറഞ്ഞ് തുടരുന്നത് പോലും ഇനി മതേതര കേരളത്തോട് ചെയ്യുന്ന അനീതിയാണെന്ന തുറന്നെഴുത്തോട് കൂടിയാണ് അദ്ദേഹം തന്റെ എഴുത്ത് പൂർത്തിയാക്കുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ തെറ്റായ നയത്തെക്കുറിച്ച് വിളിച്ചു പറയാൻ പാടില്ല. അതോടെ അത്തരം നേതാക്കൾ കോൺഗ്രസിന് വെറുക്കപ്പെട്ടവരായി മാറും. ചർച്ചയും വിശദീകരണങ്ങളും ഇല്ലാത്ത ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്ന ഒരു സംഘടനയായി മാത്രം കോൺഗ്രസ് തരം താണതായി അണികൾ തന്നെ പറയുന്നുണ്ട്. കേരളം മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെയും കോൺഗ്രസ് നിലപാടുകളിലെ അവ്യക്തത കൊണ്ട് ഒറ്റപ്പെട്ടു പോവുകയാണ്. സടകുടഞ്ഞ മുതു നേതാക്കന്മാർ മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിലുള്ളത്. യൂത്തിലുള്ളത് മുഴുവൻ വൻ ഉഡായിപ്പാണെന്ന് പാർട്ടി വൃത്തങ്ങൾ തന്നെ പരക്കെ പറയുന്നുണ്ട്. ആകെ നാമാവശേഷമായി കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ പുനഃസംഘടനയിൽ ആരുടെയൊക്കെ തലയെറിഞ്ഞു വീഴുമെന്ന് കണ്ടറിയാൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ കേരളം.